എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൊച്ചിൻ ചാനൽ അവതരിപ്പിക്കുന്ന ഇഷ്ടസല്ലാപത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഒരു കുസൃതി ചോദ്യമായിട്ടാണ് ഇഷ്ടസല്ലാപം ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മളെല്ലാം സാധാരണ കേട്ടിട്ടുണ്ട് ടൺ കണക്കിന് വസ്തുക്കൾ കയറ്റി വെച്ചെന്നൊക്കെ. ഒരു ഭാരമുള്ള ഒരു വസ്തുവിനെയാണ് ടൺ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇഷ്ടസല്ലാപത്തിലെ ഈ ചോദ്യം ഭാരമില്ലാത്ത ഒരു വസ്തു, അതായത് ഭാരമില്ലാത്ത ടൺ. ചോദ്യം മനസ്സിലായല്ലോ, ഭാരമില്ലാത്ത ടൺ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെ തന്നെ വാസ്കോ ഡ ഗാമയുടെ സ്ക്വയറിന് മുമ്പിൽ ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിയാണ്. മോർണിംഗ് വാക്കിന്. എന്താണ് ഇതിന്റെ രഹസ്യം? ആരോഗ്യം നന്നാക്കാൻ വേണ്ടി തന്നെ. എത്ര വർഷം തുടങ്ങിയിട്ട് 17 വർഷം കഴിഞ്ഞു. അപ്പോൾ മുടിയൊന്നും നരച്ചിട്ടില്ല, പ്രായമായിട്ടില്ല. എത്ര വയസ്സായി? തുറന്നു പറയാൻ പറ്റും? 30 വയസ്സ്. നമ്മ വയസ്സിനാണേ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. കുറേ നാളെ ഞാൻ കിടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. പിന്നെ പേര് പറഞ്ഞില്ല? അരവിന്ദാക്ഷൻ. ജോലി? ഞാൻ ടെലിഫോൺസിലായിരുന്നു, റിട്ടയർ. ഇപ്പോൾ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കണം അല്ലേ? എൻ്റെ പേര് പ്രമോദ്, ഞാൻ ഐലൻഡ് CNF ആണ്. എൻ്റെ പേര് ക്ലീറ്റസ്, ഞാൻ ഇവിടെ ചെറിയൊരു ബിസിനസ്സായിട്ടൊക്കെ നിൽക്കുന്നു. ബേബിച്ചൻ വർക്ക്ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് കൊച്ചിൻ ചാനൽ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ എത്ര ടൈം ഇവിടെ നിൽക്കും? ഞങ്ങളൊരു 1.5 മണിക്കൂറുണ്ടാവും ഇവിടെ. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ഉത്തരം പറഞ്ഞാൽ നല്ല സമ്മാനമുണ്ട്. ഈ ടൺ എന്ന് പറയുന്നത് അറിയാലോ, ഭാരത്തിനാണ് നമ്മൾ ടൺ എന്ന് പറയുന്നത്. പക്ഷെ ഭാരമില്ലാത്തൊരു ടൺ ഉണ്ട്. ടൺ കണക്കിന് സാധനങ്ങൾ കയറ്റി അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് ഭാരത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. പക്ഷെ ഇത് ഒരു ഭാരമില്ലാത്തൊരു ടണ്ണാണ്. ഭാരമില്ലാത്ത ടൺ എന്ന് പറയുമ്പോൾ 10 ടൺ. അതിന് ഭാരമില്ല. അല്ല, ഒരു വസ്തുവാണ്. അല്ല, ഇതൊരു വസ്തുവാണ്. 10 ടൺ മനസ്സിലായില്ല, വെറുതെ ഓരോന്നൊക്കെ പറയാനാണ്. 10 ടണ്ണും പറയാം. ഇതൊരു വസ്തുവാണ്. രാവിലെ തന്നെ നല്ല ഫ്രഷാണ് ഇപ്പൊ എല്ലാവരും. വേറെ ടെൻഷനൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്ന് പറയുന്നത് അടുത്ത അന്വേഷിക്കാൻ പോയി കിട്ടുന്നു, ഉത്തരം കിട്ടുന്നില്ല അല്ലേ? എല്ലാ സമ്മാനം തന്നേക്ക് ഇങ്ങോട്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഏതായാലും ഈ നല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടി നല്ലൊരു അടിപൊളി ഒരു കോമഡി സീൻ കണ്ടോളൂ. ഇതെങ്ങനെയുണ്ട്? ഇത് മതി. ഓക്കെ, എന്താ എന്ത് പണ്ടാറത്? ഷൂസിന്റെ അകത്ത് തിന്നത്? അയ്യേ, ഷൂസ് ഇട്ട് പാണിരാക്കോ? ആരോ വീഴ്ത്തിയതാ. സോറി, ഷൂ വാങ്ങിച്ചിട്ട് എന്തെന്നാലത് എവിടെ വെക്ക? ചോറില് കല്ല് കണ്ടുണ്ട്. സോക്സിൽ ആദ്യാട്ടാ. തലയൊന്ന് മൊട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു. ആ മോളിലിരിക്കുന്ന എന്റെയാണ്, എനിക്ക് തന്നിട്ട് പോവൂ. ഒന്നുമില്ല. ഓക്കെ, സോറി. ആരുടെ മുമ്പിലും ഓക്കെ. റോഡിൽ ഞൊണ്ടി കളിക്കാറുണ്ട്. ഇനി ഒന്നും പറയരുത്, ഞാൻ മാറി. പ്ലീസ്. വലിയ കഷ്ടായി. ആറ്റുനോറ്റൊരു ഷൂ വാങ്ങിച്ചിട്ട് കൊതി തീർന്നില്ല. ഈ ഒരു ഷൂ കൊണ്ട് ആരടാ അമ്മൂമ്മയ്ക്ക് പിണ്ടം വെക്കാനാ? അച്ഛന്റെ മുഖത്ത് ഷൂസ് ഇടാണ്ട് എങ്ങനെ നോക്കും? എന്താ താഴ്ന്നു പോവില്ലേ?
ഏയ് ആ തന്നിട്ട് പോ കുട്ടി. ഏയ് ഇങ്ങോട്ട് വാ, ഞാൻ വന്നോട്ടെ പ്ലീസ്. പോക്കത് എൻ്റെ ഒരു നെൽസൺ, ഞാനൊരു ഡ്രൈവറാണ് എറണാകുളത്ത്. എൻ്റെ പേര് ഷംഷു. ഞാനൊരു ചെറിയ പ്രൊഫഷണൽ സ്റ്റോർ കുന്നുംപറ. ഫോട്ടോ കുന്നുംപറ. ഹലോ, എൻ്റെ ഒരു സ്റ്റാൻലി. ഞാൻ ലിറ്റിൽ ഫ്ലവർ ക്രൂസിൽ വർക്ക് ചെയ്യുന്നു. ഫോട്ടോ ചെയ്യും. എല്ലാവരും ബിസിനസ് മാനാണ്, പിന്നെ ഒരാൾ ഡ്രൈവറും. അപ്പം ഞാൻ കൊച്ചിൻ ചാനലിൽ നിന്നാണ് ഒരു ചോദ്യം ചോദിക്കും, ഉത്തരം മഞ്ഞല്ല സമ്മാനമുണ്ട്. അതിപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഇത്ര ആളായി പരിപാടി കിട്ടും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ ടൺ എന്ന് പറയുന്നത് അറിയാമല്ലോ, ഭാരമുള്ള ഭാരം എന്നുള്ള ഉദ്ദേശമാണ് ടൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാരത്തിന് അളക്കുന്ന സാധനം ടൺ അല്ലേ? ഈ ഭാരമില്ലാത്ത ഒരു ടൺ, അല്ലാത്ത ടണ്ണെന്ന് പറയുമ്പോൾ ഇത് ഭാരമില്ലാത്തൊരു ടൺ. ഭാരമില്ലാത്ത ടൺ എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല. അത് അതിനോട് കണക്റ്റഡ് ആണോ? ഈ ടണ്ണ് എന്ന് പറഞ്ഞാൽ മറ്റേ ഭാരമുള്ള ടണ്ണായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല, അത് ഞാൻ പറയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരവായി പോകും. ഇതൊരു ക്ലൂ തരാം. അങ്ങനെ അതായിട്ട് ബന്ധമില്ല. ആയിക്കോട്ടെ, പറയുമെന്ന് നോക്കിയാലോ. കിട്ടുന്നില്ല. ഞാൻ അടുത്തുള്ള ലിപ്ടൺ. ലിപ്ടൺ. ഉത്തരം വളരെയധികം തെറ്റാണ്. ആണല്ല, ശരിയാൻ പാടില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാലേ ഞങ്ങളുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരു കോമഡി കണ്ടോ. എവിടെയായിരുന്നടാ പ്രഭേ നീ? ഞാൻ വന്നിട്ട് ദിവസം എത്രയായി? കരുവാ, ഒന്ന് ഊണ് കഴിക്ക്. പ്രഭേ, ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. പ്രകാശ, നിന്നോടാ പറഞ്ഞത്. മാനു, നീ എന്ന് വിളിക്ക്, വന്ന് ഊണ് കഴിക്കാൻ പറ. ഇവൻ ആ കടക്ക് ഇരുന്നാ ഞാൻ വിളിക്കാം. മോനൊന്നും മിണ്ടണ്ട കേട്ടോ. ഇല്ല അച്ഛാ, ഞാനൊന്നും മിണ്ടുന്നില്ല. എടാ, 4 മാസം കഴിഞ്ഞ് കാണുകയല്ലേ നീ നിന്റെ അച്ഛനെ? ഒരു വാക്കുപോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ? അച്ഛൻ വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ. അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. പ്രവേ, നിന്നോടാ പറഞ്ഞത്. വയസ്സുകാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഞാൻ വരാം, പക്ഷെ അവൻ എന്നോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ. അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. നടക്കടാ അങ്ങോട്ട്. എന്തോന്നാടാ ഇത് നിങ്ങൾ തമ്മിൽ? ഇരുന്ന് ഊണ് കഴിക്ക്. അച്ഛൻ എപ്പോ വന്നു? ഓ, മഹാഭാഗ്യം. ഇപ്പോഴെങ്കിലും നിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോ. അവന് ഇച്ചിരി മീൻകുളം പോട്. അമ്മേ, ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ, മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ, നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എണീറ്റേ. മോനെ, ഒരു തേർതലാകുമ്പോ എന്താന്ന് പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട. അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. പ്രകാശ. ഇല്ലച്ചാ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF-കാർ നമ്മളെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. അച്ഛാ, ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. IMF-കാർക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ. അച്ഛാ, അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. അച്ഛാ, മൂല്യം കുറച്ചത് നല്ലതിന്. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. പ്രകാശ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി
കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്കേ, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ച് എന്ത് ചെയ്യും? മോനെ. ഉച്ചരിച്ച് നോക്കാം. പ്രകാശൻ, നീ പോ. അച്ഛാ, നീ പോ. പോളണ്ട് ഊണഴിക്ക്. വേണ്ട അച്ഛാ, ശരിയാവില്ല. ഗുഡ് മോർണിംഗ്. എന്താണ് പേരെന്താണ്? ജോസഫ് ഡിസൂസ. ഹലോ മാഡം. ഡാഫ്നി ഡിസൂസ. അപ്പോൾ എന്ത് ചെയ്യണം? ബ്യൂട്ടീഷ്യനാണ്. എന്ത് ചെയ്യണം മക്കളൊക്കെ? എന്ത് ചെയ്യണം? മോള് സെറ്റിൽഡാണ്, ബഹ്റിൻ. മോൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എവിടുത്തെ? സിസ്കോയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെയാണോ? കേരളത്തിലാണോ? ഇപ്പം കേരളത്തിലാണ്. എന്ത് വർക്ക്? റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ആണല്ലേ സാറേ? ഏത് ഞാൻ ഇത് ഫോറൻസിക് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പം റിട്ടയർഡാണ്. ഇപ്പോൾ റിട്ടയർഡാണ്. പക്ഷെ റിട്ടയർഡ് ആണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ഇതാണ് രഹസ്യം. മേ ബി അതായിരിക്കണം. രാവിലെ നടപ്പും പിന്നെ വീട്ടിൽ ചെന്ന ഇതല്ലേ, ബ്യൂട്ടീഷ്യൻ ആണല്ലോ, പിന്നെ പേടിക്കണ്ട. അതാണ് കാര്യം. അപ്പോൾ ഞാൻ കൊച്ചിൻ ചാനലിൽ അവതരിപ്പിക്കുന്ന ഒരു ഇഷ്ടസല്ലാപം എന്ന പരിപാടിയാണ്. ഒരു ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞല്ല സമ്മാനമായിട്ട് രണ്ടുപേർക്കും പോവാം. ചോദിക്കട്ടെ? ഓക്കെ. ഈ ടൺ എന്ന് പറയുന്നത് നമ്മൾ ഭാരമുള്ള ഒരു ഇതിനാണല്ലോ ടൺ എന്ന് പറയുന്നത്. ഭാരം അളക്കുന്നതിന് ടൺ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഭാരമില്ലാത്ത ഒരു ടൺ. ഭാരമില്ലാത്ത ടൺ. ഭാരമില്ലാത്ത ടൺ. ടൺ എന്ന് പറയുന്നത് ഇതാണ്, മറ്റേ ഭാരത്തെയാണ് നമ്മൾ അളക്കുന്നത്. അത് പക്ഷെ ഇത് ഈ ടൺ ഭാരമില്ലാത്തൊരു ടണ്ണാണ്. പക്ഷെ ഇതൊരു വസ്തുവാണ്. നല്ല ബുഗ്, നല്ല വെയിറ്റ്. ആലോചിച്ചു, ഭയങ്കര ആലോചന. ആൻസർ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതായിരുന്നെന്ന് പറയും. നിങ്ങൾ ഇനി ടി വി കാണുമ്പോൾ അയ്യോ ഇതാണ് സംഭവം, ഷേ എന്ത് കഷ്ടമാണെന്ന് പറയും. ഓക്കെ, ക്യാരി ഓൺ. നിങ്ങളുടെ എക്സസൈസ് എടുക്കട്ടെ. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ്. എന്താ പേരെന്താണ്? അംസ. എവിടെ നടക്കാറിയതാണോ? നടക്കാനാണ്. എത്ര വർഷം ഈ പരിപാടി തുടങ്ങിയിട്ട്? 5-10 വർഷമായി. 10 വർഷത്തോളം. എന്താണ്, എത്ര വയസ്സുണ്ടെന്ന് അറിയോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാനാ. 65 വയസ്സുണ്ട്. 65 വയസ്സുണ്ട്. 65 വയസ്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരു എന്താ പറയുക, നല്ലൊരു ആരോഗ്യമുള്ള അല്ലേ? ആരോഗ്യത്തിനൊന്നും ഒരു കുറവില്ല, ഒരു അസുഖമില്ല. അത് അസുഖമൊന്നുമില്ല, ഒരു ഗ്യാസിന്റെ ട്രബിൾ മാത്രമേ. അത് ഈ നടപ്പിന്റെ ഇതായതുകൊണ്ടാണ്. നടപ്പിന്റെ അല്ല, നടപ്പുള്ളതുകൊണ്ടാണ്. മാത്രമല്ല നമ്മൾ ഭക്ഷണ രീതികളും അതിന് കൃത്യമായിട്ട് കഴിക്കും. തൊപ്പിയൊന്നും മാറ്റി നോക്കാം. ഇത് എൻ്റെ ഈ 42 കൊല്ലം വരെ നിന്ന കമ്പനിയാണ് കാസ്ട്രോൾ. യൂറോപ്യൻ കമ്പനി. ഇവിടെ തന്നെ കേരളത്തിലല്ലേ? കൊച്ചി ഐലൻഡിലുണ്ട്. അവർ തന്നെയാണ് ഇതും വാച്ച്. ഇതുണ്ട് കാസ്ട്രോൾ. ടോട്ടലി കാസ്ട്രോൾ ആണ്. അല്ല, അതുകൊണ്ട് ജീവിച്ച് ഒരു വീടുണ്ടാക്കി 2 മക്കളെ കല്യാണം കഴിച്ച്. മക്കള് ഗൾഫിലുണ്ട്, ദുബായിൽ. ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു മകൻ, പിന്നെ ഒരു മകൾ. 3 മക്കളായിരുന്നു. ഒരുത്തൻ മരിച്ചുപോയി, സുഖമില്ലായിരുന്നു, അവൻ മരിച്ചുപോയി. ഒരാൾ മാത്രമേ ഉള്ളൂ ഇനി കഴിയും. ദുബായിലാണ്. ഇപ്പോൾ വീട്ടിലിപ്പോ ഭാര്യ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ എല്ലാത്തിനും. ഇപ്പോൾ വർക്ക് ഇപ്പോൾ വർക്കൊന്നും ചെയ്തില്ല. വീട്ടിൽ സ്വസ്ഥമായിട്ട്. രാവിലെ ഒരു എത്ര മണിക്കൂർ ഇങ്ങനെ നടക്കും? 5:30 മണിക്കാണ്. 5:30 മണിക്ക് തുടങ്ങും. എത്ര മണിക്ക് നിർത്തും? 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നടക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കുളിച്ച് ഭക്ഷണം വായിച്ചങ്ങനെ. ഓക്കെ. അപ്പോൾ നമ്മുടെ കൊച്ചിൻ ചാനൽ കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പോൾ കൊച്ചിൻ ചാനൽ അവതരിപ്പിക്കുന്ന ഇഷ്ടസല്ലാവുന്ന പരിപാടിയാണ്. ചോദ്യം ചോദിക്കും, പറഞ്ഞല്ല സമ്മാനമുണ്ട്. എന്നെ കൊണ്ട് ആകുന്നതാണെങ്കിൽ പറയാൻ സാധിക്കുള്ളൂ. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഇതാണ് ഈ വിനയമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ചോദിക്കാം. നമ്മൾ ടൺ കണക്കാക്കുമല്ലോ. ടൺ കണക്കാക്കുന്നത് ഭാരം അളവിനെയാണ് നമ്മൾ ടൺ കണക്കാക്കുന്നത്. ഭാരമില്ലാത്തൊരു ടൺ
ഭാരമില്ലാത്തൊരു ടൺ അല്ലേ? അത് സിമ്പിൾ സംഭവമാണ്. ഒരു കുസൃതി അറിയാൻ പാടില്ല എന്ന് തന്നെ പറയണം. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാന്ന് പറയുന്നത് ശരിയല്ല. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. താങ്ക് യു. അപ്പോൾ അംസകയ്ക്ക് വേണ്ടി, അംസകയ്ക്കും ഭാര്യയ്ക്കും വേണ്ടി ഈ സ്വസ്ഥമായ ജീവിതത്തിൽ കുടുകൂടെ ചിരിക്കാൻ നല്ല അടിപൊളി ഒരു കോമഡി സീൻ എന്നായിരിക്കും ഇതേ കണ്ടോ. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അണ്ണന്റെ സ്വന്തം മകളും ഭർത്താവും അല്ലേ ഈ മുറി കിടന്ന് ഉറങ്ങുന്നത്? താൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. അമ്മ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു അക്ഷരം മിണ്ടരുത്. ഇറങ്ങണ വെളിയിൽ ഇറങ്ങാൻ. ഇറങ്ങോ. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? എന്താണ്? ഞാൻ ബിസിനസ്സാണ്. അല്ല, രാവിലെ തന്നെ ഇവിടെ യോഗ ചെയ്യാവുന്ന. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കുറേ എക്സസൈസ് ചെയ്യണം, മോർണിംഗ് വാക്കിങ്ങും ജോഗിങ്ങും ടീമായിരുന്നു. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള യോഗ. എത്ര വർഷം യോഗ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു 3 മാസമായിട്ടുള്ളൂ. 3 മാസം തുടങ്ങിയിട്ടുള്ളൂ. അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് യോഗ? ടഫാണോ അല്ലെങ്കിൽ? ഇല്ല, ഈസിയാണ്. ഇപ്പോൾ എന്തെങ്കിലും അതിന് മുമ്പ് എന്തായിരുന്നു പരിപാടി? അതിന് മുമ്പേ ഞങ്ങൾക്ക് നടക്കുമായിരുന്നു. എനിക്ക് സുഖമില്ലാതായി, ഹാർട്ട് അറ്റാക്ക് വന്നു. ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം പ്രകൃതി ചികിത്സക്ക് പോയി. പ്രകൃതി ചികിത്സയിൽ നിന്നാണ് യോഗ അഭ്യസിച്ചത്. ഇപ്പോൾ പിന്നെ ഞാൻ ഒരു ദിവസം 15 ഗുളിക കഴിച്ചിരുന്നു. ഇപ്പോൾ 2 പോലും കഴിക്കാറില്ല. പ്രകൃതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണവും യോഗയും ഫുഡും യോഗയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. പേരെന്ന്? നാസർ. വീട്ടിലാരൊക്കെ ഉണ്ട്? വൈഫുണ്ട്, ഉമ്മയുണ്ട്, 3 പിള്ളേരുണ്ട്. കൊച്ചിൻ ചാനൽ അവതരിപ്പിക്കുന്ന ഇഷ്ടസല്ലാതിൻ്റെ പരിപാടിയാണ്. ഒരു ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞ് ഞാൻ സമ്മാനം. ചോദ്യം ചോദിക്കട്ടെ. ഈ ടൺ എന്ന് പറയുന്നതല്ല, നിങ്ങൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ സംഭവങ്ങളാണ്. അപ്പോൾ ടൺ എന്ന് പറയുന്നത് ഭാരം അളക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ടൺ. ഭാരമില്ലാത്ത ടൺ എന്താ? ഭാരമില്ലാത്ത ടൺ 10. ഭാരമില്ലാത്ത ടൺ. പക്ഷെ അത് ഇതല്ലേ, അത് ഒരു വസ്തു അല്ലല്ലോ. അല്ല, ഇത് ഞാൻ പറഞ്ഞ വസ്തുവാണ്. ഭാരമില്ലാത്ത ചോദ്യമാണ്. ടൺ അല്ല, ടൺ. ടൺ തന്നെ, അതിന്റെ ടൺ തന്നെ, മറിച്ച് വെയിറ്റിന്റെ ടൺ ഇല്ലേ, അത് തന്നെ. ആ ടൺ തന്നെ. പക്ഷെ ഇത് ഭാരമില്ലാത്ത ടൺ. പണ്ട് നേരത്തെ ഒരു എക്സസൈസ് ടീമിനെ, ജോഗിങ് ടീമിനെ കണ്ടു. രണ്ടാമത് നമ്മളൊരു യോഗ കണ്ടു. ഇന്നിപ്പോൾ സൈക്ലിംഗ് ആണോ? സൈക്ലിംഗ് എന്ന് വെച്ചാൽ നടക്കാൻ ഇറങ്ങണേ, സൈക്കിളിൽ നടക്കാൻ ഇറങ്ങണമെന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് പേരെന്ത്? പേര് ഉമേഷ്. എവിടെ താമസിക്കുന്നത്? പനയപ്പള്ളി. പനയപ്പള്ളി നമ്മുടെ ആണല്ലോ. അതെ, അവിടുന്ന് ചവിട്ടി വരും, ഇവിടെ വന്ന് നടക്കും, തിരിച്ച് ചവിട്ടി പോകും. എന്തായിരുന്നു? റിട്ടയർഡാ. സ്വസ്ഥം. കുട്ടികളൊക്കെ കുട്ടികൾ മൂത്താള് MA പഠിക്കണം, രണ്ടാമത്തെ ആള് BA പഠിക്കണം. ഒരാണും ഒരു പെണ്ണും. സന്തുഷ്ട കുടുംബം. സന്തുഷ്ട കുടുംബം. വൈഫ് ടീച്ചർ. ഓക്കെ. ഏത് സ്കൂളിൽ? GHS മട്ടാഞ്ചേരി. GHS മട്ടാഞ്ചേരില്ല. അപ്പോൾ GHS മട്ടാഞ്ചേരിയിലെ കുറേ പിള്ളേർ കാണുന്നുണ്ടാവും നമ്മുടെ പരിപാടി. അപ്പോൾ ശാലിനി. 7ാം ക്ലാസ് 8ാം ക്ലാസ്. അപ്പോൾ നാളെ നമ്മുടെ പിള്ളേർ പറയുക, അതെ ടീച്ചറിന്റെ ഹസ്ബൻഡിനെ കണ്ടെന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, എൻ്റെ സമ്മാനമുണ്ട്. ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അറിയാവുന്നതെങ്കിൽ പറയാം. ബുദ്ധിക്കുള്ള ഞാനറിയും. അപ്പോൾ ടൺ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഭാരത്തെ അളക്കുകയാണല്ലോ ടൺ. ഭാരമില്ലാത്ത ടൺ. ഭാരമില്ലാത്ത ടൺ. അറിയില്ല, സോറി. വളരെ ദുഃഖത്തോടെ ഇവിടെ വാങ്ങുള്ളൂ. ഓക്കെ, നല്ലൊരു കോമഡി സീൻ വെച്ച് തരാം. അതേ കണ്ടോളൂ. ചന്ദ്ര ചതിച്ചു. പ്രൈവറ്റ് ബസ് പെട്ടെന്ന് പണിമുടക്കി. അയ്യോ, പിന്നെ നമ്മൾ ഈ പെണ്ണിനെ തന്നെ എന്ത് ചെയ്യും? തൽക്കാലം നിന്റെ വീട്ടിലും താമസിപ്പിക്കാൻ പറ്റൂ? നാടകം നടത്തിയ തന്നെ മൂപ്പരാൻ ചൂടായിരിക്കുക. ഇനി നടിയും കൂടെ അങ്ങോട്ട് നല്ല പുകിലായിരിക്കും. അല്ല
എന്തേ ബസ് കാണുന്നില്ലല്ലോ? ബസ്സുകാർ പെട്ടെന്ന് പണി മുടക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ മീനാക്ഷിപുരത്ത് നാടകത്തിനെത്തിക്കോളെന്ന് വാക്ക് കൊടുത്തിരിക്കുക. ബസ്സുകാർ പണി മുടക്കിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനെ? നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളെ നാടകത്തിന് വന്നതാ. തിരിച്ച് കയറ്റി വേണ്ട ഉത്തരവാദിത്തം നിങ്ങളതാ. ഒരു ടാസ്ക്. അയ്യോ, അത് വലിയ ചെലവാ. ഞങ്ങളുടെ അത്രയൊന്നുമില്ല. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. ചേട്ടൻ ബഹളം വെക്കാതെ. ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. എന്നാ ടാസ്ക് എന്തേലും വഴി ഉണ്ടാക്കാൻ ഉണ്ടാക്കി. നീ കച്ചിയും കൊണ്ട് വരുമ്പോഴേക്കും ഞാൻ ഒന്ന് മോന്തിട്ട് വരാം. മോന്തുന്ന നീന്തുന്നൊക്കെ കൊള്ളാം. വല്ലവന്റെ മേക്കിട്ട് കയറി ഒന്നും തള്ളും ഉണ്ടാക്കിയ ഇടയ്ക്കറ എന്നെ കിട്ടില്ല. മറ്റേ പരിപാടി ഉണ്ടല്ലോ, തല്ലുകൊള്ളുന്ന, അത് നിർത്തി. ഇല്ലില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. നീ വേഗം പോയിട്ട് വാ. സന്ധിക്ക് മുമ്പേ പുറപ്പെട്ടാ മറ്റന്നാ വെളുപ്പിന് അങ്ങെത്താം. എന്താ പടി? പട്ടി ശല്യം. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറെ ഓടിച്ചതാ. എവിടെയെങ്കിലും വെച്ച് കിട്ടുവാനെ. ചേട്ടാ, ഈ വണ്ടി കയറ്റി വിട്ടാലോ? കണ്ട കാളന്റെയും പോത്തിന്റെയും പുറത്തേറി പോവാനേ ഈ ചാക്കുട്ടിനെ കിട്ടൂല. നീ ടാസ്ക് അമ്മാവാ, ഇവിടുന്ന് എങ്ങനെങ്കിലും നമുക്കൊന്ന് പോവാം. നീ ചുമ്മാ ഈ തട്ടിപ്പൊന്നും ചാക്കൂട്ടിന്റെ അടുത്ത് നടക്കൂല. ടാസ്ക് അതെ, നമുക്കൊരെണ്ണം അകത്താക്കിയിട്ട് വഴി ആലോചിക്കാം. ഒന്ന് അകത്താക്കിയിട്ട് ചേട്ടത്തെ ഇതാ കുട്ടി. എന്തുവാ പേര്? കാർത്തുമ്പി. വെളുക്കുമ്പോ മീനാക്ഷിപുരത്തെത്തും. ബസൂലിയുടെ 4 ഇരട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ സമ്മതിച്ചിരിക്കുന്നേ. അമ്മാവനെവിടെ? ഇപ്പൊ വരും. പുള്ളിക്കാരനെ സമ്മതിച്ചു. കാശ് പക്ഷേ ആ വണ്ടിയിലോട്ട് കയറിയിരുന്നു. വിട്ടോ. എന്നല്ല, ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുമെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കയറിയിരുന്നോളം പറഞ്ഞു. ആരെ? ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആരെ? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോദിക്കേ, അയാളാ ഷാപ്പിലുണ്ട്. ദേ വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ, എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ട. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിയത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. അമ്മാവൻ കാശ് വാങ്ങിയത് പിന്നെ ഇയാളാ? ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴാണ് കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ നുണച്ചിനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്.